നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. പഠനത്തിന് ശേഷം തൊഴിൽ നോക്കുന്നവർ പൊതുവെ രണ്ട് തരത്തിലുള്ളവരാണ്. ഒന്ന്, ഒരു അക്കാഡമിക് വിഷയത്തിൽ പഠിച്ച് ആ അക്കാഡമിക്കായിട്ട് തന്നെ മുന്നോട്ട് പോയി അതിലൂടെ ഏതെങ്കിലും ഒരു ജോലിയിൽ എത്തിപ്പെടുക എന്നുള്ള താല്പര്യമുള്ളവർ. രണ്ടാമത്, ഒരു പ്രൊഫഷണൽ കോഴ്സ്, അത് പഠിക്കുമ്പോൾ തന്നെ അറിയാം ഞാൻ ഇന്ന ജോലിയിലേക്ക് തന്നെയാണ് കയറുന്നത്, അങ്ങനെ അതിലേക്ക് ഇറങ്ങിത്തിരിച്ചവർ. ഈ രണ്ട് കാറ്റഗറിയാണ് പൊതുവേ ഉള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന ഒരാളുടെ വ്യക്തമായ ലക്ഷ്യം കാണും. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരാൾക്ക് വ്യക്തമായ ഉദ്ദേശം കാണും. അതായത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ 95% പേരും ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ജോലിയിലേക്ക് പോവുക. അതേസമയം എൻവയറൺമെൻറ്റൽ സയൻസ് പഠിക്കുന്ന ഒരാൾ, BSc എൻവയറൺമെൻറ്റൽ സയൻസ്, അവർക്ക് അങ്ങനെ ഒരു ലക്ഷ്യമില്ല. ഒരുപക്ഷെ BSc എൻവയറൺമെൻറ്റൽ സയൻസ് കഴിഞ്ഞ് MSc കഴിഞ്ഞ് ഒരു ടീച്ചർ ആയേക്കാം, ഒരു പ്രൊഫസർ ആയേക്കാം, ലെക്ചറർ ആയേക്കാം, ഒരു സ്കൂൾ അധ്യാപകനോ അധ്യാപികയോ ആയേക്കാം, കോളേജിലെ അധ്യാപിക ആയേക്കാം, അല്ലെങ്കിൽ ഒരു റിസർച്ച് സ്ഥാപനത്തിൻ്റെ ഭാഗമായേക്കാം. ഇങ്ങനെ പല ഓപ്ഷൻ അവരുടെ മുന്നിലുണ്ട്. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നെറ്റ് ക്ലിയർ ചെയ്തവർ, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് UGC നെറ്റ് ക്ലിയർ ചെയ്ത വിദ്യാർത്ഥികൾ ഒരു പരിധിവരെ അവരെല്ലാം ഒരു ടീച്ചറാകാൻ അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ഒരു കോളേജിൽ പഠിപ്പിക്കാൻ ലക്ഷ്യം വെച്ചവർ തന്നെയാണ്. പക്ഷേ അവർക്ക് ഇന്ത്യയിലെ മികച്ച ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ മികച്ച ഒരു പൊതുമേഖലാ സ്ഥാപനമായ പവർ ഗ്രിഡ് കോർപ്പറേഷൻ. ഈ പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവർക്ക് കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന, ഊർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് കുറേയധികം ഓഫീസർ ട്രെയിനീസിനെയാണ് ഇവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 73 ഒഴിവുകളാണ് പല മേഖലകളിൽ, പല സെഗ്മെൻറ്റുകളിലായി 73 ഒഴിവുകളാണ് ഇവർക്കുള്ളത്. ഈ 73 ഒഴിവുകളിൽ പലതും സ്പെസിഫിക്കായി ചില മേഖലകളിൽ നിങ്ങൾ നെറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ, ചില സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അവസരങ്ങൾ ഒരുപക്ഷെ ഇതിലുണ്ടായേക്കാം. തീർച്ചയായിട്ടും ഓരോ അവസരവും ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്കി അതിന് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുക. ഇതിനകത്ത് പൊതുവേ അവസരം വരുന്നത് UGC നെറ്റ് 2024 ഡിസംബറിൽ UGC നെറ്റ് ക്വാളിഫൈ ചെയ്തവർക്കാണ് ഈ അവസരം. ഇതിനകത്ത് ശമ്പളം വരുന്നത് പരിശീലന കാലത്ത് ഏതാണ്ട് 40,000 രൂപയും അവരുടെ അഡീഷണൽ അലവൻസുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് 50,000 രൂപ മുതൽ 1,60,000 രൂപ വരെയുള്ള തസ്തികകളിലായിരിക്കും നിങ്ങൾക്ക് നിയമനം കിട്ടുന്നത്. അപ്പോൾ പല വിഷയങ്ങളിലായിട്ട് നിങ്ങൾക്ക് നിയമനങ്ങൾ കിട്ടും. നിങ്ങൾ ഏത് വിഷയമാണ് നിങ്ങളുടേത് എന്നുള്ളതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി. അപ്പോൾ നിങ്ങളുടെ എലിജിബിലിറ്റിയും ഏതൊക്കെ വിഷയങ്ങളിലാണ് ഇവർക്ക് ആളിനെ ആവശ്യമുള്ളത് എന്നുമൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറയാം. ഇതിനകത്ത് ഒഴിവുകളുടെ എണ്ണവും വിഷയങ്ങളുടെ എണ്ണവും നോക്കിയാൽ എൻവയറൺമെൻറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മേഖലയിൽ 14 അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മാനേജ്മെൻറ്റിൽ 15, HR മേഖലയിൽ, ഹ്യൂമൻ റിസോഴ്സ് മേഖലയിൽ 37, PR അഥവാ പബ്ലിക് റിലേഷൻസ് മേഖലയിൽ 7 അവസരങ്ങൾ. അപ്പോൾ ഇത്രയും അധികം അവസരങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിനുള്ള കേപ്പബിലിറ്റി നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കി മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യാം. ഓരോ കാറ്റഗറിയുടെയും എലിജിബിലിറ്റി ഞാനൊന്ന് സൂചിപ്പിക്കാം. അപ്പോൾ ആദ്യം എൻവയറൺമെൻറ്റൽ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു മേഖല ഞാൻ പറഞ്ഞു. അതിന് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ എൻവയറൺമെൻറ്റൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എൻവയറൺമെൻറ്റൽ സയൻസ് അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എൻവയറൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഒരു ഫസ്റ്റ് ക്ലാസ് PG നിങ്ങൾക്കുണ്ട് എങ്കിൽ ആദ്യത്തെ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാം. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽ സോഷ്യൽ സയൻസ് മേഖലയിൽ സോഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ വർക്കിലെ ഒരു ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയുള്ള ഒരു PG, അതായത് MSW പോലെയുള്ള PG നിങ്ങൾക്കുണ്ട്, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് പോലെയുള്ളത് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കാറ്റഗറിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി മൂന്നാമത്തെ കാറ്റഗറിയെക്കുറിച്ച് പറയുമ്പം ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ HR അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ്, അതും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, സോഷ്യൽ വർക്ക്, പേഴ്സണൽ മാനേജ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, HRM ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ലേബർ റിലേഷൻസ്, അതും അല്ലെങ്കിൽ ലേബർ ആൻഡ് സോഷ്യൽ വെൽഫെയർ, ഇങ്ങനെ ഏതെങ്കിലും പ്രോഗ്രാമിൽ 60% മാർക്കോട് കൂടിയുള്ള ഒരു PG നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ HR മേഖലയിലേക്ക് ഉള്ള ആപ്ലിക്കേഷനുള്ള എലിജിബിലിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ മേഖലയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അവസാനത്തെ കാറ്റഗറി PR പബ്ലിക് റിലേഷൻസിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു PR-ൽ ഒരു ബിരുദം
അതല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് ആൻഡ് ജേർണലിസം, ഇതിലേതെങ്കിലും ജേർണലിസം, പബ്ലിക് റിലേഷൻസ്, മാസ് കമ്മ്യൂണിക്കേഷൻ ഈ മേഖലകളിൽ ഏതെങ്കിലും 60% മാർക്കോട് കൂടിയുള്ള ഒരു PG, ഒരു ബിരുദാനന്തര ബിരുദം നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഒരു 2 ഇയർ ഡിപ്ലോമ നിങ്ങൾക്കുണ്ട്. ഇതാണെങ്കിലും നിങ്ങൾക്ക് PR മേഖലയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് പറ്റുന്ന മേഖലയിൽ, ഞാൻ ഈ പറഞ്ഞ മേഖലകളിൽ ഏതെങ്കിലും ഒരു എലിജിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ട്, ഇതിലേതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 60% മാർക്കോട് കൂടിയുള്ള PGയും നെറ്റും നിങ്ങൾക്ക് കൺസേൺ സബ്ജക്റ്റിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ആയി. ഏജ് ലിമിറ്റ് ഇവർ പറയുന്നത് 28 വയസ്സാണ്. അതിനകത്ത് സംവരണങ്ങളുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങൾക്ക് അതനുസരിച്ചുള്ള ഭിന്നശേഷിക്കാർ അവർക്ക് അനുവദനീയമായ, സർക്കാർ അനുവദനീയമായ പ്രിവിലേജുകൾ 28 വയസ്സെന്നുള്ളതിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഇതിനകത്ത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അത് ഒന്ന് കണ്ട് മനസ്സിലാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കി ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ, ഇതെല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതൊക്കെ തയ്യാറാക്കി വെച്ച് വേണം ഓൺലൈൻ ആപ്ലിക്കേഷന് വേണ്ടി ഇരിക്കാൻ. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അത് കണ്ട് അതുപോലെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഡിസംബർ 24 ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ്. 2024 ഡിസംബർ 24 നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ തീർച്ചയായിട്ടും പറയും, കാരണം ഒരു UGC നെറ്റ് ക്ലിയർ ചെയ്ത ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നിൽ പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിതൊരു സുവർണ്ണ അവസരം തന്നെയാണ്, ഒരു മികച്ച അവസരം തന്നെയാണ്. ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപക്ഷെ ഒരു ഇന്ത്യയിലെ ഈ മികച്ച ഒരു സ്ഥാപനത്തിൽ നല്ല ഒരു പൊസിഷനിലേക്ക് ഉയർന്ന്, അല്ലെങ്കിൽ ഒരു റിസർച്ച് മേഖലയിലേക്ക് ഉയരാനൊക്കെയുള്ള ലോങ് ടേമിൽ വലിയൊരു ഗ്രോത്ത് ലഭിക്കുന്ന, നല്ലൊരു ശമ്പള സ്കെയിൽ നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഒരിക്കലും ഇത് മിസ് ചെയ്യാതിരിക്കുക, ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ഒരു വീഡിയോ ഈ ചാനലിലൂടെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ്, ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഒരു കമൻറ്റ് ഡ്രോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടേക്കാമെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അവരെയും കൂടെ ഒന്ന് ഈ വിവരങ്ങൾ ഇൻഫോം ചെയ്യുക. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.